തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകാം. അല്പസമയം മുൻപാണ് നട തുറന്നത്. 4 മണിക്ക് നട തുറക്കുമെന്നാണ്. തൊട്ടു മുൻപായി നട തുറന്നിരിക്കുന്നു. ഇപ്പോൾ ഭക്തർക്ക് അവിടെ പ്രവേശനമുണ്ട്. ഭക്തരെ അങ്ങോട്ടേക്ക് ദർശനത്തിനായി കടത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മന്ത്രി മഹേശ്വരി മോഹനരുടെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിലായിരുന്നു നട തുറക്കൽ ചടങ്ങ്. നാളെയാണ് അടുത്ത മണ്ഡലകാലത്തേക്കുള്ള മേൽശാന്തി, മാളികപ്പുറം മേൽശാന്തി, ഒപ്പം തന്നെ സന്നിധാനത്തെ ശബരിമലയിലെ മേൽശാന്തിയുമൊക്കെ തീരുമാനിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത്. സന്നിധാനത്തിനുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ അത് തിരികെ സ്ഥാപിക്കും എന്നുള്ളതാണ്. അല്പസമയത്തിനകം അതുമുണ്ടാകും. കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലായിരിക്കും ഈ നടപടികൾ നടക്കുക. ചെന്നൈയിലേക്ക് നേരത്തെ കൊണ്ടുപോയി എന്നൊക്കെയുള്ള വാർത്തകളെല്ലാം അത് കോടതി അതിൽ അന്ന് ഇടപെടുകയും ഒക്കെ ചെയ്തതാണ്. ആ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്ന ചടങ്ങ് നടക്കാനിരിക്കുന്നു. അടുത്ത മാസമാണ് മറ്റൊരു മണ്ഡലകാലത്തിന് തുടക്കമാകുന്നത്. ഇതിപ്പോൾ തുലാമാസ പൂജകൾക്കായുള്ള നട തുറക്കലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഒട്ടേറെ ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്തിയിട്ടുണ്ട് ഇന്ന് എന്നുള്ളതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. ഒപ്പം ബുധനാഴ്ച രാഷ്ട്രപതി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിനുവേണ്ടി ഭക്തരുടെ എണ്ണം അതിലൊക്കെ ക്രമീകരണങ്ങളുണ്ട്, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. MG പ്രതീഷും അരുൺ രാജും സന്നിധാനത്ത് നിന്ന്. MG പ്രതീഷിലേക്കാണ് ആദ്യം. പ്രതീഷ്, വലിയ വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ ശബരിമല നട തുറന്നിരിക്കുന്നത്. തുലാമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ വലിയ ഭക്തജനത്തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങൾ. അനുജ, ശരണം വിളികളോടെയാണ് ശബരിമല നട തുറന്നത്. ഈ ആഴിയിൽ തിരിതെളിയിച്ചതോടുകൂടി തന്നെ 18-ാം പടി വഴി തീർത്ഥാടകരും ശബരിമല സന്നിധാനത്തേക്ക്, ശബരിമല ശ്രീകോവിലേക്ക് എത്തിക്കഴിഞ്ഞു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാനമായ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തുലാമാസ പൂജകൾക്കായി ഇന്ന് 4 മണിക്ക് ശബരിമല നട തുറന്നു. ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇന്ന് പ്രധാനമായും നടക്കേണ്ട ചടങ്ങ് ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുന്ന ചടങ്ങാണ്. അല്പസമയത്തിനകം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ എത്തിക്കും. ദ്വാരപാലക ശില്പങ്ങളിലായിരിക്കും ഈ സ്വർണ്ണപ്പാളി വച്ചുപിടിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ഈ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ശബരിമലയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ശബരിമല സ്ട്രോങ് റൂമിൽ സ്വർണ്ണപ്പാളി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും തന്ത്രിയുടെയും നേതൃത്വത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്നത്. 2019-ലാണ് ഇതേ സ്വർണ്ണപ്പാളികൾ അവസാനമായി അറ്റകുറ്റപ്പണി നടത്തിയത്. അന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും പിന്നീട് ഒരു കേസും ഹൈക്കോടതി ഇടപെടലും ഒക്കെ തന്നെ ആ വിഷയത്തിൽ ഉണ്ടായത്. അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെയാണ് 2025-ലും ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊടുത്തുവിട്ടത്. ഈ കൊടുത്തുവിട്ട ഘട്ടത്തിൽ അക്കാര്യം ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നില്ല. ഈ കാര്യം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിച്ചതോടുകൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ചുരുളുകൾ ഓരോന്നും അഴിയുന്നത്. അങ്ങനെയാണ് ഈ വലിയ വിവാദങ്ങൾ, കേസുകൾ, ഹൈക്കോടതി ഇടപെടൽ, നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ആ വിവാദങ്ങൾക്കൊക്കെ തന്നെ ഇടയിലാണ് അതേ സ്വർണ്ണപ്പാളി ഇപ്പോൾ തിരികെ സ്ഥാപിക്കുന്നത്. നേരത്തെ 42 കിലോയോളം തൂക്കമുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കുമ്പോൾ 38.6 കിലോഗ്രാം തൂക്കം മാത്രമേ ഉള്ളൂ. 4 കിലോയോളം തൂക്കം കുറഞ്ഞുവെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ തന്നെ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ ഇവിടെ തിരികെ സ്ഥാപിക്കുന്നത്. ശുദ്ധക്രിയകൾക്ക് ശേഷമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി വച്ചുപിടിപ്പിക്കുക. ഇതിൽ ഈ വച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെ ഇല്ല. ഈ തീർത്ഥാടകരെ ഇപ്പോഴും ഇവിടേക്ക് കടത്തിവിടുന്നുണ്ട്. അതിന് സമാന്തരമായി തന്നെ ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്ന ചടങ്ങുകളും നടക്കുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വിവാദങ്ങൾ ഒഴിവാക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരിക്കും ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും തിരുവാഭരണം കമ്മീഷണറും മറ്റു ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ഒക്കെ തന്നെ ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ മേൽനോട്ടം
ഇക്കാര്യത്തിൽ ഉണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു അലംഭാവം ഒഴിവാക്കാനാണ് അത്തരത്തിലൊരു കാര്യം ഇപ്പോൾ ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. മറ്റൊന്ന്, തുലാമാസ പൂജകളുമായി ബന്ധപ്പെട്ട നടക്കാനിരിക്കുന്നത് മേൽശാന്തി നറുക്കെടുപ്പാണത്. നാളെ രാവിലെ ആയിരിക്കും നടക്കുക. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങാണ് നാളെ നടക്കുന്നത്. ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആയിരിക്കും ആ ചടങ്ങുകൾക്കും മേൽനോട്ടം വഹിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ പട്ടിക, ഈ മേൽശാന്തിമാരുടെ പട്ടികയൊക്കെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. അതിൽ ആരുടെ പേരായിരിക്കും നറുക്ക് വീഴുക അവരായിരിക്കും ഈ വരുന്ന ഒരു വർഷം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ശബരിമലയിലെയും മാളികപ്പുറത്തെയും മേൽശാന്തിയായി തിരഞ്ഞെടുക്കുന്നത്. 5 ദിവസമാണ് നിലവിൽ തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുക. രാഷ്ട്രപതി 22-ാം തീയതി ശബരിമലയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. 21-ാം തീയതി ഉച്ചവരെ നിയന്ത്രണമില്ലാതെ തീർത്ഥാടകർക്ക് ശബരിമലയിൽ എത്താൻ കഴിയും. 21-ന് ഉച്ച മുതൽ തന്നെ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. 22-ന് പൂർണ്ണമായ നിയന്ത്രണമായിരിക്കും ശബരിമലയിൽ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഉണ്ടാവുക. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇനി ഒരു മാസമേ ഉള്ളൂ. അതിന് മുന്നോടിയായുള്ള അവസാനത്തെ 1-ാം തീയതിയാണ് നാളെ. ആ ചടങ്ങുകൾക്കാണ് ശബരിമല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിൽ അടക്കം വലിയ തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നു. നാളെയും വലിയ തിരക്കായിരിക്കും ശബരിമലയിൽ അനുഭവപ്പെടുക. ഇതിനോടകം തന്നെ 25,000-ന് മുകളിൽ തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു എന്നതാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴിയും തീർത്ഥാടകരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ തിരക്ക് ഒഴിവാക്കാൻ കൂടുതൽ തീർത്ഥാടകരും തുലാമാസ പൂജകൾക്ക് ശബരിമലയിൽ എത്തുന്ന ഒരു പതിവുണ്ട്. ആ തിരക്കുകളൊക്കെ തന്നെ ഇന്ന് ശബരിമലയിൽ പ്രകടമാകുന്നുണ്ട്. സന്നിധാനത്ത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ തീർത്ഥാടകരുടെ തിരക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഫ്ലൈ ഓവറിലടക്കം തീർത്ഥാടകരുടെ നീണ്ട നിര ഉണ്ട്. ഈ അയ്യപ്പ ദർശനത്തിനായി തീർത്ഥാടകർ കാത്തു നിൽക്കുകയാണ്. ഈ വിവാദങ്ങളൊക്കെ തന്നെ ഒരു വശത്ത് നടക്കുമ്പോഴും അയ്യപ്പനെ കാണാനായി, അയ്യപ്പനെ ഒരു നോക്ക് കാണാനായി ശരണം വിളികളോടെ ഓരോ തീർത്ഥാടകരും ഈ മല ചവിട്ടി 18-ാം പടി കയറി സന്നിധാനത്തും ശ്രീകോവിലേക്കും എത്തുകയാണ്. എന്തായാലും വലിയ തീർത്ഥാടന തിരക്ക് തുലാമാസ പൂജകളുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അനുജ, അതാണ് വലിയ തിരക്ക്. തുലാമാസ പൂജയ്ക്കായി നട തുറന്നപ്പോൾ ശബരിമലയിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള ഭക്തരാണ് ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. അരുൺ രാജ് കൂടിയുണ്ട്. അരുൺ, ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം ഇന്ന് നടക്കാനിരിക്കുന്ന ഒരു ചടങ്ങ്, അത് സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്ന ചടങ്ങാണ്. ചെന്നൈയിൽ നിന്ന് അതിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കി കൊണ്ടുവരുന്ന സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കുന്ന ചടങ്ങ്. കോടതിയുടെ കൃത്യമായ മേൽനോട്ടവും നിരീക്ഷണവും ഒക്കെയുള്ള ഒരു രീതിയിൽ തന്നെ ആകണം ഇത് തിരികെ വയ്ക്കേണ്ടതും. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? എങ്ങനെയാണ് ആ ചടങ്ങുകൾ നടക്കുന്നത്? എപ്പോഴാണത്? അനുജ, സമീപ ദിവസങ്ങളിലെല്ലാം വലിയ വിവാദങ്ങൾക്ക് ഇടവച്ച സ്വർണ്ണപ്പാളി അത് തിരികെ ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പോയ ആ സ്വർണ്ണപ്പാളിയെ സംബന്ധിച്ചുള്ള പരിശോധനകളും അന്വേഷണങ്ങളുമാണ് പിന്നീട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അഴിമതിയുടെ വലിയ കഥകൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ സ്വർണ്ണപ്പാളിയാണ് ഇപ്പോൾ തിരിച്ചിന്ന് ശബരിമലയിലേക്ക് എത്തിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ സ്വർണ്ണപ്പാളി ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കുക. അല്പസമയത്തകം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണം പൂശുന്ന അടക്കമുള്ള ഈ പൂർണ്ണമായും ഈ പ്രവർത്തനങ്ങൾ ഇതിൽ ചെയ്തത്. ഇതിനുശേഷമാണ് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ എത്തിച്ച ഈ സ്വർണ്ണപ്പാളികൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സമിതി ഇതുമായി ബന്ധപ്പെട്ട പരിശോധന അടക്കം പൂർത്തിയാക്കിയിരുന്നു. ഏതായാലും ഭക്തരെ സംബന്ധിച്ച് ഏറെ വൈകാരികമായ ഒരു മുഹൂർത്തമാണ് ഈ സ്വർണ്ണപ്പാളി ഇവിടേക്ക് സ്ഥാപിക്കുക എന്നുള്ളത്. അത് ഈ പുറത്തേക്ക് ഉയർന്ന ചർച്ചകൾക്കപ്പുറം അതൊരു വിശ്വാസത്തെ സംബന്ധിച്ച് കൂടി ആകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടേക്ക് ഈ ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷൻ അടക്കമുള്ളവർ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ നിയന്ത്രണത്തിൽ, ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഇനി സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കിടക്കുക. കനത്ത സുരക്ഷയിലാണ് ശബരിമല. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഈ കാര്യത്തിലുള്ള പ്രത്യേക നിരീക്ഷണം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ പ്രത്യേക സുരക്ഷ, ഒരു ത്രിതല സുരക്ഷ ഇതിനോടകം തന്നെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യ ദിവസമായി ഇന്ന് തന്നെ വലിയ രീതിയിലുള്ള ഭക്തരുടെ ഒരു ഒഴുക്കാണ് ഈ ശബരിമലയിലേക്ക് ഇപ്പോൾ
കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സ്വർണ്ണപ്പാളി അത് ഇവിടേക്ക് കൊണ്ടുവരും. ഇത് ശബരിമല തന്ത്രി അതുപോലെ തന്നെ മേൽശാന്തി അടക്കമുള്ളവരുടെ മേൽനോട്ടത്തിൽ ഇക്കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സമിതി അംഗങ്ങൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഭക്തരുടെ സാന്നിധ്യത്തിൽ അവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഇത് സ്ഥാപിക്കുക. എന്നാലും വലിയ ഒഴുക്ക് ശബരിമലയിലെ ഘട്ടത്തിലുണ്ട്. നേരത്തെ തന്നെ മഴ പലപ്പോഴും നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തടക്കം അനുഭവപ്പെട്ടതാണ്. ഇപ്പോഴും മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ചാറ്റൽ മഴ വീണ്ടും തുടങ്ങുന്നു. നാളെയും ഭക്തരുടെ ഒഴുക്കുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ഭക്തരെ 18-ാം പടി വഴി ശബരിമലയിലേക്ക് ശ്രീകോവിലേക്ക് കയറ്റിവിട്ടു തുടങ്ങി. ശരി, തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വലിയ ഭക്തജന തിരക്ക്. ഒപ്പം തന്നെ അല്പസമയത്തിനകം സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.